الحمد لله الحمد لله رب العالمين. الحمد لله الذي جعل شهر رمضان سيد الشهور وضاعف في الحسنات والأجور. أحمده وأشكره إنه غفور شكور، وأشهد أن لا إله إلا الله وحده لا شريك له شهادة أرجو بها الفوز بدار القرار والسرور، وأشهد أن محمدا عبده ورسوله أشرف عامل ومأمور، وصلى الله على محمد وعلى آله وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقطع أعماقهم. സ്നേഹാദരണീയരായ വിശ്വാസിനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ ഉടനീളം ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും, പരിശുദ്ധമായ റമദാൻ അതിൻ്റെ സമയം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം അതിവേഗതയിൽ നമ്മിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞ് രണ്ട് അത് പകുതി പിന്നിടുകയാണ്. ലഭ്യമാകുന്ന സമയത്തെ നന്മയിൽ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ശക്തമായ ശ്രദ്ധയും ഗൗരവകരമായ പരിശ്രമവും ഉണ്ടാവണമെന്ന് എൻ്റെ സഹോദരങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും, എല്ലാവരും നോമ്പിലാണുള്ളത്. ഒരു വിശ്വാസി നോമ്പ് ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങൾ, ത്യാഗങ്ങൾ ഒക്കെ അവൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ആളാണ്. രാവിലെ എഴുന്നേൽക്കുക, 4 മണി 4:30 മണിക്കൊക്കെ എഴുന്നേൽക്കുക. എപ്പോഴെങ്കിലും നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, എന്തിനാ ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക? ഒരിക്കലും ഭക്ഷണം ആവശ്യമില്ലാത്തൊരു സമയത്ത് ഞാൻ എന്തിനാ റിസ്ക് എടുത്ത് ഈ ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ എന്തിനാണ് നായയും പന്നിയും ക്ഷുദ്രജീവികളൊക്കെ ഉള്ള ആ വഴികളിലൂടെ നടന്നും വാഹനം ഓടിച്ചുമൊക്കെ ഞാൻ എന്തിനാ പള്ളിയിലേക്ക് വരുന്നത്? എൻ്റെ വിലപ്പെട്ട ധാരാളം സമയത്തെ ഭൗതികമായ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ഉപയുക്തമാകാവുന്ന സമയത്തെ ഞാൻ നമസ്കാരത്തിന് വേണ്ടി, അതുപോലെ ദഅവത്തുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് വേണ്ടി, ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി ഞാൻ എന്തിനു വേണ്ടി ഉപയോഗപ്പെടും? ഞാൻ അധ്വാനിച്ച എൻ്റെ സമ്പത്തിനെ, എൻ്റെ പണത്തെ ഞാൻ എന്തിനാ സക്കാത്ത് നൽകുന്നത്? ഞാൻ എന്തിനാ ദാനധർമ്മം നിർവഹിക്കുന്നത്? ഞാൻ എന്തിനാ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നത്? ഞാൻ എന്തിനു വ്യഭിചരിക്കാതിരിക്കണം? ഞാൻ എന്തിനു മോഷ്ടിക്കാതിരിക്കണം? ഞാൻ എന്തിനൊരു തിന്മ ചെയ്യാതെയുള്ള ഒരു സൂക്ഷ്മതയ്ക്ക് വെച്ചു പുലർത്തി ജീവിക്കേണ്ട ആവശ്യം എന്താണ്? എപ്പോഴെങ്കിലും നമ്മൾ നമ്മളോട് നമ്മുടെ ദീനിയായ പ്രവർത്തന രീതിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഇതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി എത്രയോ സമയം ആളുകൾ ചെലവഴിക്കും. ഞാൻ എന്തിനാ ഇതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്? എന്തിനു വേണ്ടിയാ? അതിലെ അധ്യാപനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അന്വേഷിച്ച് അതിന്റെ പാഠഭാഗങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഗൗരവകരമായ ശ്രദ്ധ ഞാൻ എന്തിനു വേണ്ടി നടത്തുന്നു എന്നുള്ളത്. ഈ ചോദ്യം നമ്മൾ നിരന്തരമായി ചോദിക്കേണ്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നിടത്തു മാത്രമേ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണോ ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടത് അതിൻ്റെതായ ഗൗരവ ശ്രദ്ധ അവിടേക്ക് വരണമെങ്കിൽ അതിന്റെ ലക്ഷ്യത്തെ
തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തും. ആ ഖുതുബ നടത്തുന്ന സമയത്ത് അത് കേട്ട താബിഈയായ ഒരു പ്രമുഖൻ അദ്ദേഹം ഹദീസ് രേഖപ്പെടുത്തുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇങ്ങനെ ഖുതുബ കേട്ടു. എന്താ ഖുതുബ? ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി. അദ്ദേഹം പറഞ്ഞു, ഫഹമിദല്ലാഹ് വഅസ്ന അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ച് പുകഴ്ത്തി വാഴ്ത്തി. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ് ഫഇന്ന ദുനിയാ ഖദ് ആദൻതു ബിസ്സുർമിൻ, ദുനിയാവ് അതിന്റെ അന്തിമമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് ഇങ്ങനെ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വവല്ലത് ഹദ്ദാർ അവലം യബ്ഖ മിൻഹാ ഇല്ലാ സുബാബത്തുൻ കസുബാബത്തിൽ ഇനാർ. ഒരാളൊരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കും. ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലാസ്സിൽ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ താഴുന്നത് പോലെ ദുനിയാവിന്റെ ആ അന്ത്യം, അവസാനം അതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അവസാനം ഒരു ഇറക്ക് വെള്ളമുണ്ടെങ്കിലും ആ വെള്ളം എന്ത് ചെയ്യുന്നു? അദ്ദേഹം കുടിച്ചു തീർക്കും. ദുനിയാവിനോടുള്ള ആളുകളുടെ പ്രതിപത്തി അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിലും അതിനെ എങ്ങനെയാണോ ആസ്വദിക്കാൻ, ഉപയോഗിക്കാൻ സാധിക്കുക, അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം തന്റെ സംസാരം തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മിമ്പറിൽ നിന്ന് സ്വഹാബി ഖുതുബ പറയും. റസൂലുള്ള പറഞ്ഞു എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ഫഇന്നഹു ഖദ ദുകിറ ലനാ അന്നൽ ഹജറ യുൽഖാ ഫീ ശഫതി ജഹന്നം, ജഹന്നമിലേക്ക് ഇടപ്പെട്ട ഒരു കല്ല്, ഫയഹ്വി ഫീഹാ 70 ആമൻ ലാ യുദ്രികു ലഹാ ഖഅറാ, അത് അതിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ 70 വർഷത്തെ വഴിദൂരം എടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുടരുകയാണ്, ഫഇന്നഹു ഖദ ദുകിറ ലനാ മാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന മസീറത്തുൻ 40 സന, സ്വർഗത്തിന്റെ ഒരു കവാടത്തിൽ നിന്ന് അടുത്ത കവാടത്തിലേക്കുള്ള അകലം അത് 40 വർഷത്തെ വഴിദൂരമാണ് എന്ന് റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മിമ്പറിൽ വെച്ചുകൊണ്ട് ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം തന്റെ സംസാരം തുടരുകയാണ്. നരകം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. സ്വർഗം അതിന്റെ കവാടത്തിലേക്ക് ആളുകൾ ധാരാളമായി തിക്കും തിരക്കും കൂട്ടിക്കൊണ്ട് കടന്നു വരിക തന്നെ ചെയ്യും. പണ്ട് കാലത്ത് റസൂലുള്ളാഹിയുടെ കൂടെ 7 ആളുകൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് ഞങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണം മരത്തിന്റെ ഇലകളല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണമായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് അതിന്റെ പരുഷത നിമിത്തം ഞങ്ങളുടെ വായ്ക്കകത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു. ഒറ്റ തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് നെടുകെ പിളർത്തി എന്റെ സഹോദരനായ സഅദ് ബിൻ മാലിക്കിന് ഒരു ഭാഗവും ഞാൻ ഒരു ഭാഗവും എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങള് മാറിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഇസ്ലാമിന്റെ ഭൂപ്രദേശങ്ങളിൽ അമീറുമാരായിക്കൊണ്ട് ഇന്ന് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ദുആ ആണ് ഈ സന്ദർഭത്തിലുള്ളത്. അള്ളാന്റെ മുമ്പില് ഞാൻ വലിയവനാണ് എന്ന ഒരു തോന്നലിനെ തൊട്ട് റബ്ബേ നീ കാക്കേണമേ, സംരക്ഷിക്കണമേ. നിന്റെ അടുക്കൽ നിന്യനായി ചെറിയവനായി പരിഗണിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന എന്താ ഹദീസിന്റെ രത്ന ചുരുക്കം. ദുനിയാവ് അവസാനിക്കാൻ പോവുകയാണ്, അത് തീരാൻ പോകും. വളരെ കുറച്ചുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ അളവ് കുറയുന്നത് പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ആഖിറമുണ്ട്.
ആ ആഖിറത്ത് നരകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. നരകത്തിന്റെ വിശാലതയെ സൂചിപ്പിക്കുന്ന ഹദീസിലൂടെ, സ്വർഗത്തിന്റെ വിശാലതയെ സൂചിപ്പിക്കുന്ന ഹദീസിലൂടെ. പക്ഷെ മനുഷ്യൻ ആ ഒരു അവസാനം കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും ആ വെള്ളവും കുടിച്ചു തീർക്കാനുള്ള വ്യഗ്രതയിലാണുള്ളത്. അവൻ ചെന്നെത്തി തീരാനുള്ള നരക സ്വർഗ ജീവിതങ്ങളെ സംബന്ധിച്ച് അവൻ ബോധവാനല്ല. അവൻ ദുനിയാവിന്റെ ആസ്വാദനങ്ങളില്ല. ഞങ്ങളും കുറച്ചൊക്കെ സുഖം അനുഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊക്കെ പ്രയാസം അനുഭവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഹദീസ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് കർമ്മങ്ങൾ, നോമ്പ്, നമസ്കാരം, ദാനധർമ്മങ്ങൾ, സകാത്തുകൾ, നോമ്പ് തുറപ്പിക്കലുകൾ, ഒരുപാട് ശാരീരിക, മാനസികമായ, സാമ്പത്തികമായ അധ്വാനമുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് എന്തിനു വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ നമുക്ക് മാതൃകയായി ചെയ്ത് കാണിച്ചു ക്ഷമിച്ച് ജീവിച്ച് കാണിച്ചു തന്നത് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നുവോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ശക്തമായ ക്ഷമ, അമലിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ, ദഅവത്തിന്റെ വിഷയത്തിൽ, ജിഹാദിന്റെ വിഷയത്തിൽ, ഹിജ്റയുടെ വിഷയത്തിൽ പ്രവാചകൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്തും അത്തരത്തിലുള്ള ക്ഷമ കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇബാദത്തുകളിൽ ശക്തമായി മുന്നേറുന്നതിനുള്ള ഒരു ക്ഷമ, നമ്മുടെ മനസ്സുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് നന്മകളിലേക്കുള്ള ശക്തമായ ഒരു ആവേശം, തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നിടത്തുള്ള ഒരു ആവേശം പലപ്പോഴും പ്രകടമാകാറില്ല. നമ്മള് റമദാനിന്റെ റമദാനികളായി പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. റമദാൻ വരുന്നു, ആവേശം വരുന്നു, എല്ലാവരും പള്ളിയിൽ തിരക്ക് കൂടുന്നു, റമദാൻ കഴിയുന്നു, ആളുകൾ പിരിഞ്ഞു പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ശക്തമായ മാറ്റങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാലമായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം മാത്രമായിരിക്കണം. ഇന്നത്തെ ഖുതുബയുടെ സന്ദേശമായി നിങ്ങളുടെ മനസ്സുകളോട് എനിക്ക് കൈമാറുവാനുള്ള ആശയം, ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമായിരിക്കണം. എന്തിനു നോമ്പെടുക്കുന്നു? എനിക്ക് റബ്ബ് നിശ്ചയിച്ച സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. എന്തിനു നന്മകളിൽ ഇടപെടുന്നു? എന്തിനു ഖുർആൻ പാരായണത്തിന് വേണ്ടി സന്നദ്ധനാകുന്നു? ഞാൻ എന്തിന് സകാത്ത് നൽകുന്നു? ഞാൻ സകാത്ത് നൽകിയേ തീരൂ. അത് എനിക്ക് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാനദണ്ഡത്തിന്റെ ഭാഗമാണ് എന്ന് പ്രമാണം മുഖേന ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ ശക്തമായ ഒരു ഒരുക്കം നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. റമദാൻ ആഗതമാകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുങ്ങുന്നു. അല്ലാഹു ഒരുങ്ങുന്നു, ആകാശ ലോകത്ത് ഒരുങ്ങുന്നു, അല്ലാഹു ഭൂമിയിൽ ഒരുങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളുണ്ട്. നസ്സായി ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ജിഹാദിന് കവാടമുണ്ട്, നോമ്പിന് കവാടമുണ്ട്, ഈമാനിന് കവാടമുണ്ട്, നമസ്കാരത്തിന് കവാടമുണ്ട്. 8 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ മുഴുവൻ റബ്ബ് മലക്ക് തുറന്നിടുകയാണ്. ഫലം യുഗ്ലക് മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരൊറ്റ കവാടം പോലും ഈ പരിശുദ്ധ റമദാനിൽ അല്ലാഹു അടച്ചിടപ്പെടുകയില്ല. റബ്ബിന്റെ മുന്നൊരുക്കമാണത്. ആകാശ ലോകത്തുള്ള അള്ളാഹുവിന്റെ ശക്തമായ മുന്നൊരുക്കമാണത്. നരകത്തിന്റെ കവാടങ്ങൾ മുഴുവൻ റബ്ബ് കൊട്ടിയടക്കപ്പെടുന്നു. അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറന്നിടപ്പെടുകയില്ല. റമദാൻ ആഗതമാകുന്ന സന്ദർഭത്തിൽ പിശാച് വർഗത്തിൽപ്പെട്ട ആളുകളെ, ജിന്ന് വർഗത്തിൽപ്പെട്ട പൊക്കിരിമാരെ അവരെ ബന്ധനസ്ഥരാക്കുന്നു. എന്നിട്ട് അല്ലാഹു വിളിക്കുകയാണ്, യാ ബാഇൽ ഖൈർ, ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളെ, സ്വർഗം ലക്ഷ്യമാക്കുന്ന ആളുകളെ, അഖ്ബിൽ, മുന്നോട്ട് വരൂ എന്ന ഒരു ഒരുക്കം, ശക്തമായ ഒരു ഒരുക്കം ഇല്ല. ഇനി എന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയില്ലെന്ന ശക്തമായ തീരുമാനങ്ങളുമായി നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനാ മുന്നോട്ട് വരുന്നത്? റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. നരകത്തിൽ നിന്ന് ഒരിക്കലും, അള്ളാഹുവിന്റെ കഠോരമായ നരകത്തിൽ ഞാൻ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച മനസ്സിന്റെ ബോധ്യത്തിൽ നിന്നായിരിക്കണം റമദാൻ ആഗതമായി കഴിഞ്ഞാൽ ഇന്നല്ലാഹ തആല ഇൻദ കുല്ലി ഫിത്രിൻ വതഖാഉ മിനൻ നാർ വദാലിക ഫി കുല്ലി ലൈല
റമദാനിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ആ മോചിപ്പിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് വെറുതെ സംഭവിക്കില്ല, അത് വെറുതെ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, വഹ്തിസാബൻ ഇഹ്തിസാബോട് കൂടി, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗത്തെ മോഹിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അത് സ്വപ്നം കണ്ടുകൊണ്ട്, അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, എന്തും സഹിക്കുവാനുള്ള, ത്യജിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിൽ മൻസാമ, ആരെങ്കിലും നോമ്പെടുത്താൽ നോമ്പെടുക്കുമ്പോ രാവിലെ സുബഹിക്ക് ആഗ്രഹം വേണം മനസ്സിൽ, പ്രാർത്ഥന വേണം മനസ്സിൽ. റബ്ബേ, നീ പറഞ്ഞു ഞാൻ പട്ടിണി കിടക്കാൻ വേണ്ടി പോകുക, ഇന്നു മുതൽ നീ കൽപ്പിച്ചു, ഞാൻ അനുസരിക്കുന്നു, നിന്റെ കൽപ്പനയ്ക്ക് ഞാൻ വിധേയനാകുന്നു, എന്റെ ലക്ഷ്യം നിന്റെ സ്വർഗമാണ്, ആ സ്വർഗം എനിക്ക് നീ തരയണമേ എന്ന പ്രാർത്ഥനയുടെ മനസ്സുമായി, ഇഹ്തിസാബുമായി. സാധാരണ ഈ ഹദീസുകൾ പലപ്പോഴും വിശദീകരിക്കുന്ന ഈമാനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്ത് സംസാരിക്കാറുള്ളത്. രണ്ട് കണ്ടീഷനാ, ഒന്ന് ഈമാനാണ്, വിശദീകരിക്കുന്നില്ല, അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. രണ്ട് ഇഹ്തിസാബാണ്, പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹമില്ലാതെ, പ്രതിഫലത്തെക്കുറിച്ച് തേട്ടവും മോഹവും സ്വപ്നവുമില്ലാതെ ഒരിക്കലും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല, അത് ഫലശൂന്യമായി തീരും. അള്ളാഹു രണ്ട് നിബന്ധനകളെ വെച്ചത്, ഒന്ന് ഈമാനും ഇഹ്തിസാബിനെയും. മൻ ഖാമ റമളാൻ, കേട്ടുപരിചയമുള്ള ഹദീസാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും റമളാനിൽ രാത്രി നിന്ന് നിസ്കരിച്ചാൽ ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ഇഹ്തിസാബ് ഉണ്ടാകുന്നു. തറാവീഹ് നമസ്കാരത്തിന്, ഖിയാമുൽ ലൈലിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ, റബ്ബേ കാലിന് പ്രശ്നമുണ്ട്, പകലിൽ ജോലിയിലായിരുന്നു, ശരീരം ക്ഷീണിതമാണ്, ഒരു മണിക്കൂർ നിന്റെ മുൻപിൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ്, റബ്ബേ നീ പ്രതിഫലം തരണമേ, നീ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, ഇത് മുഖേന എനിക്ക് നീ സ്വർഗം അനുവദിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ മനസ്സുമായി കൊണ്ടായിരിക്കണം നമ്മൾ റമദാനിലെ കർമ്മങ്ങൾ പൂർണ്ണമായും അനുഷ്ഠിക്കേണ്ടത്. എങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട വാതിലിലൂടെ. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിന് വാതിലുകളുണ്ട്, അതിൽ ഒരു വാതിലിന്റെ പേര് അത് റയ്യാൻ. എന്താണ് അതിന്റെ പ്രത്യേകത? യദ്ഖുലു മിൻഹു അസ്സായിമൂൻ, ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരെയാണ്. യൗമൽ ഖിയാമത്തി ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അതിലൂടെ നോമ്പുകാരല്ലാത്ത മറ്റാരും പ്രവേശിക്കുകയില്ല. യുഖാലു ഐന അസ്സായിമൂൻ, എവിടെ നോമ്പുകാർ എന്ന് വിളിച്ചു ചോദിക്കപ്പെട്ടുകൊണ്ട് റയ്യാനിലൂടെ നോമ്പുകാരെ കടത്തിവിടുന്ന ഒരു സമയമുണ്ട്. ഫയഖൂമുന ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലു ഉഗ്ലിഖ ഫലം യദ്ഖുൽ മിൻഹു അഹദാ, ആ വാതിലിലൂടെ നോമ്പുകാര് പ്രവേശിപ്പിക്കപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ വാതിൽ അടച്ചിടപ്പെടും, പിന്നീട് അതിലൂടെ ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് നരകത്തിന്റെ ഭീകരാവസ്ഥയെയും സ്വർഗത്തിന്റെ ആ സുഖാനന്ദകരമായ അവസ്ഥയെയും സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴേ നരകത്തെ ഭയപ്പെടാനോ സ്വർഗത്തെ ആഗ്രഹിക്കാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് സ്വർഗം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം നമ്മുടെ കർമ്മങ്ങളുടെ മുൻപിലേക്ക് ഏത് സമയത്തും സദാ കടന്നു വരണമെങ്കിൽ നരകത്തിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് തിരിച്ചറിവുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാജ്ജത്തുൽ ജന്നത്തു വന്നാർ, നരകവും സ്വർഗവും പരസ്പരം തർക്കിച്ചു വന്നു. ആൾറെഡി അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അവര് തമ്മിൽ സംസാരം, തർക്കം നടക്കുകയാണ്. വഖാലത്തിന്നാർ, നരകം പറഞ്ഞു, ഊസിർതു ലിൽ മുതകബ്ബിരീന വൽ മുതജബ്ബിരീൻ, ജബ്ബാറുകൾ, അതുപോലെ തന്നെ ഇസ്തിക്ബാറിന്റെ വലിയ അഹങ്കാരികളായ പോക്കിരികളായ ആളുകൾ, അവരെയൊക്കെ ഞാൻ അനന്തരം അത്തരക്കാരായിരിക്കും എന്നിലേക്ക് കടന്നു വരിക. വഖാലത്തിൽ ജന്ന, ആ സമയത്ത് സ്വർഗം പറഞ്ഞു, എന്നിലേക്ക് പ്രവേശിക്കുക ജനങ്ങളുടെ കൂട്ടത്തിൽ ദുർബലരായ പാവപ്പെട്ട സാധുക്കളായ മനുഷ്യന്മാരാ. രണ്ടിന്റെയും ഇടയിൽ അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനോട് പറഞ്ഞു, അൻത റഹ്മതി,
എന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിന്നിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുന്നതാണ്. നരകത്തോട് അല്ലാഹു പറഞ്ഞു, നീ എന്റെ അദാബാകുന്നു. അള്ളാഹുവിന്റെ അദാബിന്റെ പ്രകടമായ രൂപമാണ് നരകം എന്ന് പറയുന്നത്. എന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ കൊണ്ട് നിന്നെ ഉപയോഗിച്ച് ഞാൻ ശിക്ഷിക്കും. അതിന് രണ്ടിനും നിറയാനുള്ളതുണ്ടായിരിക്കുമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കാത്തുരക്ഷിക്കുമാറാണ്. വിശാലമാണ് ആ ലോകം, വളരെ വിശാലമാണ് ആ ലോകം. അത് രണ്ടും നിറക്കാൻ മാത്രം എന്നിൽ നിന്നുള്ള എന്റെ ഇബാദുകൾ, എന്റെ അടിമകളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും. നരകത്തിലേക്ക് ഇങ്ങനെ വിറകുകളായ ആളുകൾ ഇട്ടുകൊടുക്കുമ്പോ ആ നരകം നിറയുകയില്ല. അല്ലാഹു ചോദിക്കും, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിന്റെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നരകത്തോട് മതിയോ, നിറഞ്ഞോ, ഇനി വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഉണ്ടോ അധികമായി ഉണ്ടോ എന്ന് നരകം റബ്ബിനോട് തിരിച്ചു ചോദിക്കും. അങ്ങനെ നരകം അത് നിറയൽ, അത് അവസാനിക്കൽ. അല്ലാഹുവിന്റെ തിരുപാദം, അല്ലാഹുവിന്റെ കാല് നരകത്തിന്റെ വായ്മുഖത്ത്, നരകത്തിന്റെ മേലെ വെക്കുന്ന സമയത്ത് ആ നരകം പറയും, മതി മതി, ഞാൻ നിറഞ്ഞിരിക്കുന്നു, എനിക്ക് മതിയായിരിക്കുന്നു എന്ന. തുടർന്നുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നു, അത് മുഖേന അത് നിറഞ്ഞു പോകും. അതിന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് അത് വല്ലാത്ത ഒരു ഞെരുക്കൽ അത് നടത്തുകയും ചെയ്യും. അള്ളാഹു അവന്റെ അടിമകളിൽ ഒരാളോട് പോലും ദുൽമ കാണിക്കുകയില്ല എന്ന് പഠിക്കേണ്ട പാഠം. നരകം എന്ന് പറയുന്നത് വിശാലമായ ഒരു ലോകമാണ്, അഗ്നിയാണ് അവിടെയുള്ളത്. എത്ര നിറച്ചാലും നിറയാത്തതാണ് എന്ന് മനസ്സിലാക്കുക. നേരത്തെ റസൂലുള്ളാഹിയുടെ ഖുതുബയിൽ നിന്ന് സൂചിപ്പിച്ച ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറയുന്ന വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയം, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ് സമിഅ വജ്ബഹു, ഒരു സൗണ്ട് കേട്ടു. റസൂലുള്ളാഹി ചോദിച്ചു, വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദറൂന മാ ഹാദാ, എന്താണ് ആ ഒച്ച, ആ സൗണ്ട് എന്താണ് എന്ന് ചോദിച്ചപ്പോ അവര് സഹാബത്ത് കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുക്കറിയാം, റസൂലിന് അറിയാം. റസൂല പറഞ്ഞു കൊടുത്തു, ഹാദാ ഹജ്റുൻ, അതൊരു കല്ലാകുന്നു. റുമിയ ബിഹി അൽ ഫിന്നാർ, അത് നരകത്തിലേക്ക് എറിയപ്പെട്ടതാണ്. മുൻദു 70 ഹരീഫ, 70 കൊല്ലം മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല് അടിത്തട്ടിലേക്ക് എത്താൻ എടുത്ത സമയം നരകത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ സൂചിപ്പിക്കുന്ന ഹദീസാണ്. ഒരു കല്ല് മുകളിൽ നിന്ന് അടിത്തട്ടിലേക്ക് സഞ്ചരിക്കാൻ 70 കൊല്ലം വർഷമെടുത്തുവെങ്കിൽ ആ നരകത്തിന്റെ വിശാലത, അതിന്റെ വലുപ്പം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. റസൂലുള്ളാഹി പറയുന്നു, ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ്, അശ്ശംസു വൽ ഖമറു മുകവ്വിറാനി യൗമൽ ഖിയാമ, സൂര്യനും ചന്ദ്രനും അന്ത്യനാളിൽ അത് ചുറ്റിപ്പുതിയപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ ഇമാം അൽബാനി തന്റെ സ്വഹീഹുൽ ജാമിയിൽ രേഖപ്പെടുത്തുന്നു, ഇന്ന ശംസ വൽ ഖമറ സൗറാനി അഖീറാനി ഫിന്നാർ, ചുറ്റിപ്പൊതിയപ്പെട്ട കാള, നമ്മൾ കാളനെ എങ്ങനെ കാണുന്നുണ്ട്, അത്ര വലുപ്പേ നരകത്തിൽ സൂര്യൻ കൊണ്ടുപോയി വെച്ചാൽ ഉണ്ടാവുള്ളൂ എന്ന്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. എത്തിപ്പെട്ടാലുള്ള ഭീകരാവസ്ഥ എന്താ? ദാഹം ഉണ്ടാകും, വെള്ളം കുടിക്കാൻ കൊടുക്കും. ആ വെള്ളത്തിന്റെ പേര് ഹമീം എന്നാണ്. ആ ഹമീം തലയിലൂടെ ചൊരിഞ്ഞാൽ, സൂറത്ത് ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു, തലയിലൂടെ ആ ഹമീം ചൊരിഞ്ഞാൽ കുടൽ മാലകൾ അത് ഛിന്ന ഭിന്നമായി പോകും, ഉരുകി വെന്തുരുകി പോകും. ഏറ്റവും ലളിതമായ ശിക്ഷ, കാലിൽ 2 ചെരുപ്പുകളാ, തലച്ചോറ് തിളച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെയോ നിങ്ങളുടെയോ ശരീരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല നരകത്തിന്റെ ആ ഭീകരമായ കൊടിയ വേദനകൾ എന്ന് പറയുന്നത്. ശിക്ഷ വർദ്ധിപ്പിക്കുമല്ല. എന്നിങ്ങനെ ശിക്ഷിക്കാം. കയ്യിന്റെ ഒരു വിരലിൽ പൊള്ളലേറ്റാൽ നമുക്ക് എന്താ ഉണ്ടാകുക നമുക്ക് പ്രയാസം അറിയാം. ശരീരം മൊത്തം പൊള്ളിയാൽ ഉണ്ടാകുന്ന അവസ്ഥയോ, കുറച്ച് ഏരിയയിൽ ഉണ്ടാകുന്ന വേദന, കൂടുതൽ ഏരിയയിൽ ഉണ്ടാകുന്ന വേദന. ഇനി ആ ശരീരം കൂടെ വലുതായാലോ? ഭീകര രൂപികളാക്കിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ അല്ലാഹു മാറ്റിയെടുക്കും.
വലിയ ഭീകരമായ രൂപം. ഇപ്പോൾ കാണുന്ന മനുഷ്യന്റെ ആകാര രൂപമല്ല സ്വർഗത്തിനകത്തും നരകത്തിനകത്തും ഉണ്ടാവുക. രൂപത്തിന് മാറ്റം സംഭവിക്കും, പ്രായത്തിന് മാറ്റം സംഭവിക്കുമെന്ന സ്വഹീഹായ ഹദീസിൽ, ഇമാം മുസ്ലിം രേഖപ്പെടുന്ന ഹദീസിൽ കാണാം, മാ ബൈന മൻകിബൈ അൽ കാഫിർ ഫിന്നാർ മസീറത്തുൻ സലാസതി അയ്യാമിൻ ലിറാകിബിൽ മുസ്ലിം. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ, അവൻ 3 ദിവസം സഞ്ചരിക്കുന്ന ദൂരമായിരിക്കും ഒരു മങ്കിബിന്റെ ഇടയിൽ നിന്ന്, അവന്റെ ഒരു ഷോൾഡറിലെ ദൂരം. അത്രമാത്രം ഒരു വലുപ്പത്തിലേക്ക് അവനെ മാറ്റിക്കളയും. അവന്റെ മോണ അത് ഉഹുദ് മലയുടെ അത്രമാത്രം വലുപ്പുണ്ടാവും. ഇപ്പോഴുള്ള രൂപത്തിൽ നിന്ന് വലിയ രൂപത്തിലേക്ക് മാറ്റുകയും കൊടിയ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്ന, കഠിന വേദന അനുഭവിക്കുന്ന ലോകമാണ് നരകത്തിന്റെ ലോകം എന്ന് പറയുന്നത്. അതിങ്ങനെ കാത്തിരിക്കുകയാണ് മനുഷ്യന്മാര്. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ. മിർസ്വാദ് എന്ന് പറഞ്ഞാൽ ബങ്കർ എന്നാണ്. ചെക്ക് പോസ്റ്റുകളില്, രാജ്യങ്ങളുടെ അതിർത്തികളിൽ കുഴി കുഴിച്ച് അതിന്റെ ഉള്ളില് മിലിറ്ററി ഇരുന്ന് തോക്കിന്റെ മുന മാത്രം പുറത്തേക്ക് വെച്ച് ആ ബോർഡർ കടന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി പതി ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന അതിനാണ് മിർസ്വാദ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ. തീർച്ചയായും നരകം എന്ന് പറയുന്നത് അത് പതിയിരിപ്പ് കേന്ദ്രമാണ്. തുകയാൻ ചെയ്ത ആളുകൾക്ക് ജീവിതത്തിൽ അതിർലംഘനങ്ങൾ നടത്തി വിശ്വസിക്കാൻ പറഞ്ഞു. അതിന് ഓൻക്കിഷ്ടമുള്ള തോന്നിയ വിശ്വാസിച്ച് അവൻ മുന്നോട്ട് പോയി. അവനോട് കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു. ആ കർമ്മങ്ങൾ അവൻ തന്നിഷ്ടക്കാരനായി മാറി. അതിരുകൾ ലംഘിച്ചു. നിശ്ചയിക്കപ്പെട്ട ഹുദൂദുകളെ അവൻ മറികടന്നു പോവുകയും ചെയ്തു. അങ്ങനെ താന്തോന്നികളായി ജീവിച്ച ആളുകൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള കേന്ദ്രമാണത്. അവൻ അവിടെ അരമണിക്കൂറല്ല, ഒരു ദിവസമല്ല, ഒരു കൊല്ലമല്ല, യുഗങ്ങളോളം അവൻ അവിടെ താമസിക്കുന്നവനായി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകും. ഇതിന് നേരെ അപ്പുറത്ത് മറ്റൊരു വശമുണ്ട്, അത് സ്വർഗ്ഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തിന്റെ ലോകം. നമ്മോട് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞ്, രാത്രി നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ്, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞ്, സക്കാത്തും ദാനധർമ്മങ്ങളും നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ്, നോമ്പ് തുറക്കാനും തുറപ്പിക്കാനും ഒക്കെ പറഞ്ഞ്, എന്തിനു വേണ്ടി? പൂർണ്ണമായ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിൽ ദൃഢമായ, ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായ ദൃഢവിശ്വാസം വെച്ചു പുലർത്തിയ ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ, അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل. അവിടെ വെച്ച് സമറത്തുകൾ, പഴവർഗ്ഗങ്ങൾ അവർക്ക് തിന്നാൻ വേണ്ടി കൊടുക്കും. അവർ ചോദിക്കും, هذا الذي رزقنا من قبل, ഇത് നമുക്ക് മുമ്പ് കിട്ടിയതാണല്ലോ. ഒരു സാധനം കൊടുക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മുമ്പ് കിട്ടിയതാന്ന് തോന്നുക, കാഴ്ചയിൽ ഇങ്ങനെ തോന്നും. രുചിയിലും വർണ്ണത്തിലും അതുപോലെ അതിന്റെ ടേസ്റ്റിലും അതിന്റെ എല്ലാ നിലക്കുമുള്ള ക്വാളിറ്റിയിലൊക്കെ മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കാഴ്ചയിൽ ഒരുപോലെ സമാനത തോന്നിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട കേന്ദ്രമാണ് സ്വർഗ്ഗലോകം എന്ന് പറയുന്നത്. അവർക്കത് നേരത്തെ കൊടുത്തതിനോട് സദൃശവൽക്കരിക്കപ്പെടുക മാത്രമാണ് ചെയ്തത്. പരിശുദ്ധരായ അസ്വാജ്, ഭാര്യ ഉണ്ട് എന്നല്ല പറഞ്ഞത്, ഭർത്താവ് ഉണ്ട് എന്നല്ല പറഞ്ഞത്, അസ്വാജ് എന്നാണ് പ്രയോഗിച്ചത്. ഭാര്യക്ക് ആണിന് പെണ്ണും പെണ്ണിന് ആണും. എന്താണോ ഒരു മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന സുഖാനം, തനിക്ക് ആനന്ദിക്കാൻ സന്തോഷിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സ് കൊതിക്കുന്ന സുഖങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് സ്വർഗ്ഗലോകം എന്ന് പറയുന്നത്. അത് മുതഹറത്തായിരിക്കും, അത് ബാഹ്യമായി വിയർപ്പില്ലാത്ത, ദുർഗന്ധമില്ലാത്ത, മലമൂത്ര വിസർജനങ്ങളില്ലാത്ത, ആർത്തവം ബാധിക്കാത്ത, ആന്തരിക പുറത്തേക്കുള്ള ബാഹ്യമായ ഒരു പോരായ്മകളും ഇല്ലാത്ത, മനസ്സിനകത്ത് അസൂയയും പകയും വിദ്വേഷവും അനുസരണക്കേടും ഒന്നുമില്ലാത്ത, ആന്തരിക മാനസികമായ സർവമാന ഐബുകളിൽ നിന്നും മുതഹറാക്കപ്പെട്ട അസ്വാജുകൾ, സന്തോഷത്തിൻ്റെത് മാത്രമായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവിടെ വെച്ച് നേരത്തെ ഹമീം റസാഖ് ഭക്ഷണമായി നൽകുന്ന നരകവാസി, എന്നാൽ സ്വർഗത്തിന്റെ ആളുകൾക്ക് അല്ലാഹ് പറയുന്നത് മസലുൽ ജന്നത്തിൽ ലതി വഅദൽ മുത്തഖൂൻ,
എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു പറയാ മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗത്തിന്റെ അവസ്ഥ എല്ലാവർക്കും ഇല്ലട്ടോ, എല്ലാവർക്കും ഇല്ല. മുത്തഖിക്ക് മാത്രമേ ഉള്ളൂ, മുത്തഖിക്ക് മാത്രമേ സ്വർഗമുള്ളൂ. എന്നാ മുത്തഖി നേരത്തെ പറഞ്ഞു പോയിട്ട് 2 ഖുതുബ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നോമ്പായിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. നോമ്പിന്റെ മുമ്പേ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഒരുങ്ങി റെഡിയാവാൻ വേണ്ടി പറഞ്ഞതാ. പഴയ ഖുതുബ അത് ഓൺലൈനിൽ ലഭ്യമാണെങ്കിൽ ഒന്ന് ഇരുന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. മുത്തഖിക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, പകർപ്പ് വരാത്ത മണം, രുചി, അതുപോലെ ടേസ്റ്റിലും അതിന്റെ ഒരു നിലക്കുമുള്ള മാറ്റം വരാത്ത നിരത്തിലുള്ള ശുദ്ധമായ കുടിനീരിന്റെ ഉറവകൾ, അരുവികൾ, നെഹ്ർ അവിടെ ഉണ്ടാകുമെന്ന്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, രുചിഭേദത്തിൽ ഒരു മാറ്റവും വരാത്ത ശുദ്ധമായ പാലിന്റെ അരുവികൾ. വഅൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബിൻ, കുടിക്കുന്ന ആളുകൾക്ക് അത് ഒരു തരത്തിലുള്ള മാനസികമായ പ്രയാസവും വരുത്താത്ത ആസ്വാദ്യകരമായ മദ്യത്തിന്റെ പുഴകളും. വഅൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളും ഉണ്ടായിരിക്കുന്നു. വെറും സുഖത്തിൻ്റെതായ മാത്രം ഒരു കേന്ദ്രമാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് സ്വപ്നം കാണാൻ സാധിക്കും. അത് സ്വപ്നം കാണുമ്പോഴേ ഇബാദത്തുകളിൽ ആവേശം ഉണ്ടാവും, ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടാവുക, ഇബാദത്തിലേക്ക് ഇഖ്ലാസിനെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു പുറത്ത് ഒരാൾ കയ്യും നീട്ടിങ്ങനെ നിൽക്കുമ്പോൾ മുഖം തിരിച്ചങ്ങോട്ട് പോകാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ, ഞാൻ റസൂൽ പറഞ്ഞില്ല, ഒരു കാരക്കന്റെ ചീളുകൊണ്ട് നിങ്ങൾ നരകത്തെ തടുത്തോളി അല്ലെ, ചിലപ്പോ അത് മതിയാകും. ഒന്നുമില്ല പോക്കറ്റിൽ, തപ്പി വെക്കുമ്പോ ആകെ 10 റുപ്യ, പാപ്പര കടം കയറി നടക്കുക, കച്ചവടങ്ങളൊക്കെ ചെയ്ത് പൊളിഞ്ഞ് പാളിസായി ആകെ തൂഫാനായിട്ട് പോക്കറ്റിൽ ആകെ 10 റുപ്യ 20 റുപ്യ ഉള്ളത്. അതാണ് ചെലവാക്കിയാൽ ചിലപ്പം ഇന്ന് പെരയിൽ പട്ടിണി മുട്ടും. പക്ഷെ മുമ്പിൽ ഒരുത്ത അന്ധനായ ഒരു മനുഷ്യൻ കണ്ണും കാണാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് എടുത്തു കൊടുക്കാനുള്ള ഒരു നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്ത് പോയ കഥ കേട്ടില്ല. കഥ പറയാൻ വേണ്ടിയിട്ടുള്ള, കഥക്ക് വേണ്ടിയിട്ടുള്ള കഥയല്ല അത്. കഥ പറയാൻ വേണ്ടിയിട്ടും ആളുകളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് തരിപ്പിൽ ഇങ്ങനെ കയറ്റിട്ട് ഇങ്ങനെ പറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള സാധനമല്ല, മറിച്ച് പാഠം പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർഗീയ സുഖാനന്ദങ്ങളെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് എഴുതിയെടുത്ത് ഖുർആനിൽ എവിടെയൊക്കെ സ്വർഗത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ റമദാനില് ഒന്ന് കോപ്പി ചെയ്യാം, ഒന്ന് കോപ്പി ചെയ്തിട്ട് അത് ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നടക്കുക. അപ്പൊ ജീവിതത്തിൽ നല്ല ആത്മാർത്ഥത ഉണ്ടാവും, ഇഖ്ലാസ് ഉണ്ടാവും. സൂറത്ത് വാക്യ ഒന്ന് ഓതുക. സൂറത്ത് വാക്യ അല്ലാഹ് കൃത്യമായി സ്വർഗം വിശദീകരിക്കും. 3 വിഭാഗം ആളുകളായി അല്ലാഹ് ഖിയാമത്ത് നാളിൽ വെച്ച് ആളുകളെ മാറ്റി വെക്കുന്നു. കുന്തും അസ്വാജുൻ സലാസ ഫഅസ്ഹാബുൽ മൈമനതി വഅസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മഅസ്ഹാബുൽ മശ്അമ വസാബിഖൂന സാബിഖൂൻ. ഒരു വലതുപക്ഷത്തിന്റെ ആളുകൾ, LDF UDF ഒന്നല്ല, അവിടെ മുസ്ലിമായ ഒരു കാറ്റഗറി, കാഫിറായ ഒരു കാറ്റഗറി, ഹിസ്ബുല്ലാഹ് ഹിസ്ബു ശൈത്താൻ, 2 വിഭാഗം ആളുകൾ. ആ ഹിസ്ബുല്ലയിൽ തന്നെ സാബിഖൂന സാബിഖൂൻ, എല്ലാവരെയും ഓവർടേക്ക് ചെയ്തിട്ട് മുൻകടന്ന് വന്ന ആളുകളുണ്ട്. പള്ളി ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ, ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ഒരാളുണ്ടാവും. അത് ചിലപ്പോൾ ആർക്കും അറിഞ്ഞോളണം ആരാന്നത്. അയാൾക്ക് മനസ്സിലുള്ള അതിയായ താല്പര്യം കൊണ്ട് എല്ലാവരും മറികടക്കാനുള്ള താല്പര്യം കൊണ്ട് ചെയ്തേക്കും. ചെറിയ എമൗണ്ട് ചെയ്തവരുണ്ടാവും. 2 കാറ്റഗറിയാ. മുൻകടന്ന് വന്ന ചില ആളുകളുണ്ട്. ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. മുൻകാലക്കാരെന്ന് ഈ വിഭാഗത്തിൽ മുൻകടന്നു വന്ന ആളുകൾ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലക്കാരെന്ന് കുറച്ചേ ഉള്ളൂ. അവര് അള്ളാഹുവിലേക്ക് പ്രത്യേകമായ സാമീപ്യം സിദ്ധിച്ച ആളുകളാണ്. അല സൂറുരിൻ മൗളൂന മുത്തഖീന അലൈഹ മുതഖാബിലിൻ, സ്വർണ്ണ നൂലുകൾ കൊണ്ട് മെടഞ്ഞെടുത്ത കട്ടിലുകളിൽ അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആളുകളെ, ഒരു പണിയില്ലാതെ നേരം വെളുത്ത് തന്റെ ഒന്നിലധികമുള്ള ഇണകളുമായി മുഴുവൻ സമയവും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലൂടെ യതൂഫൂന അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ഈ ഇരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ കൊച്ചു ബാലന്മാർ, കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തോന്നുന്ന 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ അവരിങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ നടക്കുക. ആ നടക്കുമ്പോൾ അവരെ കയ്യിൽ എന്തുണ്ട്? അവര് മദ്യം നിറച്ച ചഷകങ്ങൾ. ലാ യുസദ്ദഊന അൻഹാ യുൻസിഫൂൻ. അത് കുടിച്ചതിന്റെ പേരിൽ മത്തു പിടിക്കൂല.
കുടിച്ചിട്ട് മത്ത് പിടിക്കാത്ത, ആസ്വാദ്യത ലഭിക്കുന്ന പാനീയങ്ങളുമായി ഈ സംസാരിക്കുന്നതിന്റെ ഇടയിലൂടെ ചുറ്റി നടക്കുന്ന മക്കള് തെരഞ്ഞെടുത്ത് കഴിക്കാവുന്ന പഴവർഗ്ഗങ്ങളും പ്രത്യേകമായി താല്പര്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മാംസവിഭവങ്ങളും ഈ കുട്ടികളുടെ കൈവശമുണ്ട്. അങ്ങനെയുള്ള ഒരു സീൻ ഇങ്ങനെ സ്വസ്ഥായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി. അള്ളാഹ് വീണ്ടും തുടരുക, നീണ്ട നയനങ്ങളുള്ള വെളുത്ത സുന്ദരികളായ സ്ത്രീകളും ഉണ്ടായിരിക്കും. ചിപ്പികൾക്കകത്ത് ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയാണ്. മുത്ത് കണ്ടിട്ടുണ്ട് ചിപ്പിന്റെ ഉള്ളിൽ നിന്ന്, ആരും ടച്ച് ചെയ്തിട്ടില്ല. അത്ര പരിശുദ്ധമായ ആളുകൾ. അള്ളാഹ് പിന്നെ പറയുന്നത് ഇത് പണിയെടുത്ത ആളുകൾക്കുള്ള പ്രതിഫലം. ഇത് ഓസിന് കിട്ടുന്ന സാധനം. വെറുതെ ഇങ്ങനെ തെക്കും മടക്കും നടന്ന് കൂടിയായിട്ട് ഇങ്ങനെ നടന്ന് ഞാനും ആ പള്ളിക്ക് തന്നെ ജുമയ്ക്ക് പോയിരുന്നത് എന്നൊന്ന് പറഞ്ഞുകൊണ്ട് നേടാൻ പറ്റുന്നതല്ല. മറിച്ച് നേരത്തെ ഞാൻ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പണിയെടുത്ത് രാവിലെ നേരത്തെ എണീറ്റ് ഭക്ഷണം കഴിച്ച് കുളിച്ച് വൃത്തിയായി പള്ളിയിൽ ജമാഅത്തിനെത്തി. റമദാൻ മാസത്തിലല്ല, ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും ഒക്കെ സുബഹി ജമാഅത്ത് ഇവിടെ പള്ളിക്ക് ഇൻഷാ അല്ലാഹ് നടക്കും. ബാങ്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും ജമാഅത്തിന് അറ്റൻഡ് ചെയ്ത് സക്കാത്തൊക്കെ കൃത്യമായി വരവും ചെലവും എഴുതി വെച്ച് പണിയെടുത്തവർക്കുള്ളതാണ് സർ. സക്കാത്ത് രേഖപ്പെടുത്തി വെച്ച് അത് കൊടുക്കേണ്ട അവകാശിയെ കണ്ടെത്തി അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് അവന്റെ പ്രശ്നങ്ങളെ അന്വേഷിച്ച് പണിയെടുത്ത് ക്ഷീണിച്ച് അധ്വാനിച്ച ആൾക്കാർക്കുള്ളതാണ് ഈ സുഖാനുഭവങ്ങളുടെ ലോകങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പ്രവേശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിട്ടയുള്ള ക്രമവും വ്യവസ്ഥയുമുള്ള അച്ചടക്കമുള്ള ഇഖ്ലാസോട് കൂടിയുള്ള ഇബാദത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം വെച്ച് പുലർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. أقول قولي هذا وأستغفر الله لي ولكم وسائر المسلمين والمسلمات والمؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم. الحمد لله الذي جعلنا وإياكم من عباده الصالحين. أشهد أن لا إله إلا الله وحده لا شريك له الملك الحق المبين وأشهد أن محمدا عبده ورسوله صادق الوعد الأمين. يا أيها الناس أوصيكم إياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെ നിരന്തരമായി കേൾക്കുന്നതാണ്. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ ജനങ്ങൾക്ക് സമീപമായിട്ടുണ്ട്, അടുത്തെത്തിയിട്ടുണ്ട്. ഹിസാബും അവരുടെ ഹിസാബ്, മരണം, ബർസഖ്, അന്ത്യനാട്. നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞു, ഉത്ബത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ദുനിയാവ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുമ്പോൾ കുറയുന്ന പോലെ കുറയുന്നു. വഹും ഫീ ഗഫ്ല. പക്ഷേ ജനങ്ങളൊക്കെ അശ്രദ്ധ. വലിയൊരു വിഭാഗം ആളുകൾ ഈ റമദാൻ തുടങ്ങിയിട്ട് പോലും അശ്രദ്ധയിലായാണ്. എത്രയോ തവണ കഴിഞ്ഞ 6 ചില്ലാൻ കൊല്ലത്തിന് ഇടക്ക് ഈ മിമ്പറിന്റെ മുകളിൽ ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ഹാജരാവണം എന്നുള്ള ഒരു അറിയിപ്പ് അതുണ്ടായിട്ടും റമദാനായിട്ടും നോമ്പുകാരനായിട്ടും ഖതീബ് മിമ്പറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടേക്ക് ഞാനൊന്ന് എത്തണം എന്ന ശ്രദ്ധയില്ലായ്മ, വിവരല്ലായ്മ വേറെ. വിവരല്ലാതെ ഒരാൾ അബദ്ധം ചെയ്താൽ അള്ളാഹ് പുറത്തുവിടും. മറന്നിട്ട് ഒരാൾ അബദ്ധം ചെയ്താൽ അള്ളാഹ് പുറത്തുവിടും. പക്ഷെ ഗഫലത്തിന്റെ ശിക്ഷ അത് അള്ളാഹ് പറഞ്ഞത് നരകം നിറക്കുമെന്നാണ്. നരകം നിറക്കാൻ മനുഷ്യരിൽ നിന്ന്, ജിന്ന വിഭാഗത്തിൽ നിന്ന് അള്ളാഹു ഒരു വലിയ വിഭാഗത്തെ അതിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒൽക്കുന്ന കണ്ണൊക്കെ ഉണ്ടായിരുന്നു, അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ആയത്ത്. ഒൽക്ക് ചെവിയുണ്ട്, കേൾക്കാം. ഈ പറയുന്നൊക്കെ അവർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അള്ളാഹ് ഹൃദയം കൊടുത്തിട്ട് ചിന്തിക്കാനുള്ള ഒക്കെ റബ്ബ് കൊടുത്തതാ. പക്ഷെ അവര് അശ്രദ്ധയിലാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അശ്രദ്ധയിൽ ജീവിക്കുന്ന, പരിസരത്ത് ഇതൊക്കെ നടന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനോടൊക്കെ ചെവി കൊടുക്കാതെ ഗൗനിക്കാതെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു നിലക്കുമുള്ള പണം ഉണ്ടായിട്ടും ഒരു നിലക്കും അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ, അങ്ങനെ ഉണ്ടാവും ആൾക്കാര്. എല്ലാ കാറ്റഗറി ഉണ്ടാകും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അവിടെ നോമ്പ് തുറക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുന്നു. 6000 റുപ്യ ഒരു ദിവസത്തേക്ക്, അല്ലെ? ആവേശത്തോടു കൂടി കൊടുക്കുന്ന ആളുകൾ അതൊക്കെ നടന്നു പോയിക്കോളും. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സംഗതി നടക്കും. പക്ഷേ അവനവന്റെ സ്വർഗം അവനവന്റെ നരകം. ഇത് വേർതിരിക്കാനുള്ള മാനദണ്ഡം അവനവന്റെ വിശ്വാസവും അവനവന്റെ കർമ്മങ്ങളുമാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവരിലും ഉണ്ടാവണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗഫലത്തിൽ അധിഷ്ഠിതമായി അശ്രദ്ധയിലായിക്കൊണ്ടുള്ള ഒരു ജീവിതം ഇല്ലാതിരിക്കാനുള്ള ഈ നോമ്പുണ്ടെങ്കിൽ, കുറെ നോമ്പ് കഴിഞ്ഞു, ഈ നോമ്പുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഞാൻ ശ്രമിക്കുമെന്നുള്ള തീരുമാനങ്ങളുമായിക്കൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ഭയപ്പെട്ട് സ്വർഗത്തെ മോഹിച്ച് സ്വപ്നം കണ്ട് അതിനു വേണ്ടി ദുനിയാവിനെ പൂർണ്ണമായി എവിടെ എന്ത് ത്യജിക്കേണ്ടതുണ്ടോ ആ ത്യജിക്കേണ്ടതെല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അറിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അവിടെ 2 സ്ഥലത്തും മരണമല്ല. മരണത്തെ അല്ലാഹു കൊണ്ടുവരുന്നു. അത് ഒരു ഒരു ആടിന്റെ രൂപം സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിർത്തും. സ്വർഗക്കാരെങ്ങനെ വിളിക്കും, നരകക്കാരി അല്ലാഹു വിളിക്കും. ഇതെന്താ നിങ്ങൾക്ക് അറിയാം? എല്ലാവരും മുമ്പ് മരിച്ചതാ, ഓൽക്ക് അറിയാം. അത് ആടിന്റെ കോലത്തേക്ക് പോയാലും ശരി, ഒട്ടകത്തിന്റെ കോലത്തേക്ക് പോയാലും ശരി, അത് മരണം അനുഭവിച്ച ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഇത് മരണമാകുന്നു ഒരു പറയും. അവിടെ വെച്ച ആടിനെ അറുത്ത് കളയും, മരണത്തെ അറുത്ത് കളയും, മരണത്തെ അറുത്ത് കളയും. എന്നിട്ട് പറയും, സ്വർഗക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദ് ഫലാ തമൂത് ഫലാ മൗത്, നിങ്ങൾക്ക് നിത്യതയാണുള്ളത്, മരണമല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നിത്യതയുടെ ലോകമാണ് സ്വർഗം, നിത്യതയുടെ ലോകമാണ് നരകം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നരകത്തിൽ എത്തിപ്പെടരുത്, സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ അതിനു വേണ്ടിയുള്ളതായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الظلم والظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.